ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജർമ്മൻ ഡയറീസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഫൈനൽ എക്സാംസിന്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാട്ടോ. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു എന്റെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എക്സാമിന്റെ റൈറ്റിംഗ് എക്സാം. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എക്സാം, പഠിച്ച ടോപ്പിക്സ് ആണോ വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഇതൊക്കെയാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ദിവസത്തെ എക്സാം എനിക്ക് ഇത്തിരി ടഫായിരുന്നു. കാരണം ആ ഫാൾ ബൈസ്പിയില് നമുക്ക് ആവശ്യമില്ലാത്ത ഉന്നോട്ടികളായിട്ടുള്ള കുറെ സാധനങ്ങൾ, കുറെ ഇൻഫോർമേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഡേ എളുപ്പമായിരുന്നു മീൻസ് ഫസ്റ്റ് ഡേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഡേ അത്യാവശ്യം എളുപ്പമായിരുന്നു. ഇനി തേർഡ് ഡേയും ബാക്കി, അതായത് സെക്കൻഡ് ഡേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ഡേ അത്രയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതായത് എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടി ചിന്തിച്ച് എഴുതേണ്ട കുറച്ച് ഫാൾ ബൈ സ്പീഡിൽ ചിന്തിച്ച് എഴുതേണ്ട കുറച്ച് ഇതുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇനി ഷിഫ്റ്റ് എക്സാം ഒക്കെ ഈ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയാം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്, ഹെർട്സ് ആണ്. അപ്പൊ ഹെർട്സ് പഠിക്കുമ്പോൾ ഹെർട്സിലെ ക്രാങ്ക് ഏജൻസ്, അതായത് zum Beispiel Herzinfarkt, Angina pectoris, Herzinsuffizienz, ഫോർഹോഫ്ലിംഗ്, അങ്ങനെ ഹെർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഹെർട്സ് ആയിട്ട് ബന്ധപ്പെട്ട മിക്ക ക്രാങ്കേജും ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക, അതിന്റെ ഡെഫിനേഷനും അതുപോലെ ഈ ഒരു അസുഖം വന്നാൽ ചെയ്യേണ്ട എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതുപോലെ പെട്ടെന്ന് ഒരു നോട്ട് ഫാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട മാസനാമം എന്തൊക്കെയാണ്, നമ്മുടെ വൈറ്റർ ആയിട്ടുള്ള ഫോർഗെയിൻ എന്താണ്, ഇതൊക്കെ എന്തായാലും പഠിക്കാട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ഹെർട്സ് അല്ലാണ്ട് ഉള്ളത് ലുങ്ങൻ ആട്ടോ, ലങ്സ് ആണ്. അപ്പൊ ലങ്സും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലങ്സിന്റെ ലുങ്ങനെ ബെറ്റർഫൻ ചെയ്യുന്ന എർക്കാങ്കങ്ങൾ പഠിക്കുക. അതായത് സുഭാഷ്പിൽ ആസ്മ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആസ്മ, ബ്രോങ്കിറ്റിസ്, അതുപോലെ നോർമൽ ആസ്മ അൻഫാൾ, അതല്ലെങ്കിൽ COPD കോംപ്ലിക്കേഷൻസും, അതുപോലെ ഒരു നോട്ട് ഫാൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ട മാസ്നാമൻസും കൂടി പഠിക്കാം. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, പഠിക്കുന്ന സമയത്ത് ഹൗട്ടർക്രാങ്കങ്ങൾ കൂടി ഒന്ന് നോക്കി വെക്കാം. അതായത് ഏതൊക്കെ സ്കിൻ ഡിസീസസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അത് ഏതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കാം. അലർജി, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ലൈക്ക് അത് വന്നാൽ എന്തൊക്കെയാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. എക്സാമിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ഫ്ലേഗെ നമുക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു വിസൻഷാഫ്ലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇന്ന കാര്യം വെച്ചിട്ട് ഈ സിറ്റുവേഷനിൽ ഈ പേഷ്യന്റിന്റെ ഫ്ലേഗ് ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു 2-3 കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് പോവാം. അതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അപ്പോൾ ഈ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലേഗെ വിസൻഷാഫ്ലിഷ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പൊ അത് പഠിച്ചിട്ട് പോവാം. അപ്പൊ ഏത് സിറ്റുവേഷൻ വന്നാലും ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉണ്ട്. അതായത് നാഹ് വാറ്റ്സ്ലാവിക്, ഷുൾസ് ഫോൺസൂൺ, അല്ലെങ്കിൽ നഖാൽ റോജേഴ്സ്, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. വാൽഡാസിയോൺ, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും 1-2 നോക്കി വെച്ചിട്ട് പോവാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് വരും. പിന്നെ നോർമലി ചോദിക്കുന്ന ഫ്ലേഗെ പ്രോബ്ലം, സീലെ മാസ്നാമൻ, ആ മാസ്നാമനെ ബെഗ്രൂണൻ ചെയ്യുക, ഇതൊക്കെ പഠിച്ചിട്ട് പോവാം. കാരണം ഈ ഒരു ക്വസ്റ്റൻ ആയിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നല്ല രീതിക്ക് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്തായാലും നോക്കാം. അപ്പൊ ഇതെങ്ങനെയാ എഴുതുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കയറി നോക്കിയാൽ മതി. അപ്പൊ അത്രയൊക്കെയുള്ള ഗൈസ് എന്റെ ഷിഫ്റ്റ് എക്സാം. അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്ലേഗെ പ്ലാനും അതുപോലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ.